സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോകുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ തഹവൂർ റാണയുടെ വിഷയത്തിൽ വലിയൊരു ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ നിലപാടാണോ? തഹവൂർ റാണയുടെ വിഷയത്തിൽ തീർച്ചയായും ഭാരതത്തിൻ്റെ ഒരു നയതന്ത്രപരമായ വിജയം, ഭാരതം ചെലുത്തിയ നയതന്ത്രപരവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം, അതിൻ്റെ വിജയം. അപ്പോൾ ആ ഒരു വിഷയത്തെ തഹവൂർ റാണയിൽ ഇന്ത്യയിൽ എത്തിച്ചു, അതിലെന്തിരിക്കുന്നു, ഒരു എക്സ്ട്രഡിഷൻ നടന്നു, അതിലെന്താണ് കാര്യമെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈ ആഴതലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ, ശ്രീ ശങ്കുത്തിദാസ് പറഞ്ഞതാണ് അതിൻ്റെ ഒരു രീതി, ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് തഹവൂർ റാണ. ആ നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ണി നമ്മുടെ കൈവശത്തിലേക്ക് വരികയാണ്, ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതിയുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഈ നെറ്റ്വർക്കിൽ ഈ കടന്നു കയറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലാർജർ പ്ലോട്ട് അൺഎർത്ത് ചെയ്യാനാവൂ. ബോംബെ സ്ഫോടനം എന്ന് പറയുന്നത് ഒരു കേവലം യാദൃച്ഛികമായൊരു സംഭവമല്ല. ഭാരതത്തെ ആകമാനമായി ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ, അസ്ഥിരപ്പെടുത്താനുള്ള ഭാരതത്തിന് വെളിയിൽ നിന്ന് കടന്നു വരുന്ന ശക്തികളുടെ ശ്രമമാണ്. അതിൻ്റെ കണ്ണികൾ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിലും ഫണ്ടിങ് ഏജൻസികളുടെ രൂപത്തിലും വലിയ ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് തഹവൂർ റാണ. ഇപ്പം നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്ത ഈ ഒരു ഡിബേറ്റിൽ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട വിഷയം ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു നുഴഞ്ഞുകയറ്റം, അത് ബംഗാളിൻ്റെ ഡെമോഗ്രഫിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ബംഗാളിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ ഒരു റയറ്റിന് സമാനമായ, ഒരു ആഭ്യന്തര കലഹത്തിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ദിലിമ ഇതിൻ്റെ ആ ഒരു ലാർജർ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ബോംബെ ആക്രമണം മാത്രമല്ല പരിശോധിക്കുന്നത്, മറിച്ച് തഹവൂർ റാണ ഇന്ത്യയിൽ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ആരൊക്കെയാണ്, അത് കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള റാണയുടെ അസോസിയേറ്റ്സ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അസോസിയേറ്റ്സ്, അവരിലേക്ക് അന്വേഷണം നീങ്ങുകയും അവരുടെ ഫണ്ടിങ് ആഭ്യന്തരമായും വൈദേശികമായും വന്ന വഴികൾ ഇതെല്ലാം തന്നെ കണ്ണികളായി കിടക്കുകയാണ്. അത് ബംഗാളിലേക്ക് നീളുന്നുണ്ട്, അത് കാശ്മീരിലേക്ക് നീളുന്നുണ്ട്, അത് ദുബായിലേക്ക് നീളുന്നുണ്ട്, ബോംബെയിലേക്ക് നീളുന്നുണ്ട്, കേരളത്തിലേക്ക് നീളുന്നുണ്ട്. ഇതിനെ സമഗ്രമായി പരിശോധിക്കുക എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ തഹവൂർ റാണയുടെ ഈ എക്സ്ട്രഡിഷൻ വിഷയം, അദ്ദേഹത്തെ 18 ദിവസമാണ് NIA കസ്റ്റഡിയിൽ വെക്കുക. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 16 ദിവസത്തിനുള്ളിൽ ഇതിന് സമഗ്രമായ ചുരുളഴിയുകയും അതനുസരിച്ച് നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്യുക മാത്രമല്ല, ഇനി ഏറെ തിമിംഗലങ്ങൾ കൊടുക്കാനുണ്ട്. ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. അതുകൊണ്ടാണ് ദേശീയ സുരക്ഷയെക്കുറിച്ച് ഒരു രീതിയിലും ഒരു കോംപ്രമൈസ്, സീറോ ടോളറൻസ് ടു ടെറർ ആൻഡ് സീറോ ടോളറൻസ് അഗൻസ്റ്റ് ഓൾ ഇൻകർഷൻസ്, ഇത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥത്തിൽ ചെറിയ ഒരു റൈറ്റ് സിറ്റുവേഷൻ പോലും യഥാർത്ഥത്തിൽ വലിയ ഒരു റൈറ്റിലേക്കും ഒരു സംസ്ഥാനത്തെ ആകെ അസ്ഥിരപ്പെടുന്ന രീതിയിലേക്കും വരും. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ, അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം അവിടെ വലിയ പ്രസക്തമല്ല, കോൺഗ്രസ് ഒരു വിഷയം ദേശീയ തലത്തിൽ അഭിപ്രായം പറയുന്നു. ബംഗാളിലെ വിഷയത്തിൽ ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന സമ്മർദ്ദത്താൽ യഥാർത്ഥ ദേശീയ സുരക്ഷാ വിഷയങ്ങൾ തമസ്കരിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ തമസ്കരിക്കപ്പെട്ടാൽ ഇതിനെ വെറും ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് കൊണ്ട് സംഭവിക്കുന്നത് രാജ്യത്തിൻ്റെ സ്ഥിരീകരണമാണ്. അത് അനാരോഗ്യപരമായ ഒരു കാര്യമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ.